ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു നൈറ്റ് വ്ലോഗുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേന്ന് യു എയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി ഒരു 1:30 ടൈമായിട്ടുണ്ടാവും. നമ്മൾക്ക് നമ്മുടെ നിയർ ബൈ ആയി വരുന്ന ഗുരുവായൂരിലോട്ട് പോകാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടിയിട്ട് ഗുരുവായൂരിലോട്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചില്ല് നമുക്ക് പെട്ടെന്ന് പോകണം തോന്നിയില്ലെങ്കിൽ പോകുന്ന സ്ഥലമാണ് ഗുരുവായൂർ. അത് ഏത് ടൈമിലും പോകാമല്ലോ, കാരണം അവിടെ എപ്പോഴും പകൽ രാത്രി എന്നില്ലാത്തൊരു സ്ഥലമാണ് ഗുരുവായൂർ. പിന്നെ അവിടെ പോയിട്ടൊരു ജ്യൂസ് കുടിക്കാം. ഫുഡൊക്കെ അവൈലബിൾ ആണ്, പക്ഷെ നമുക്ക് ആ ടൈമിൽ ഒരു 1:30-2 മണിക്ക് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് നമ്മൾ കഴിച്ചിട്ടാണ് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പാക്കിങ് ഇനിയും ബാക്കിയുണ്ട്, പക്ഷേ നമുക്ക് പിറ്റേന്ന് വൈകിട്ടാണ് നമ്മൾ വരുന്നതുകൊണ്ട് സമയമുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പോഴും ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ജ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനൊന്ന് ടെൻഡർ അല്ലെങ്കിൽ ഷാർജ ഇതിൽ രണ്ടിലേതെങ്കിലാണ് കുടിക്കാറ്. അപ്പോൾ ടെൻഡർ കിട്ടില്ല, അപ്പോൾ ഷാർജ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് വേണ്ട ഐറ്റംസൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ട് അതൊക്കെ കുടിച്ചു. അപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എന്താ പറയുക, എനിക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിൽ കയറിയിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ പിന്നെ റിട്ടേൺ വരണ്ട. പിന്നെ ഞാൻ വീഡിയോസൊക്കെ ചെറുതായി എടുത്തുള്ളൂ. പിന്നെ പിറ്റേന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അറിയാമല്ലോ നമുക്ക് വരുന്ന ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ എന്താ ഗുരുവായൂരിലോട്ട് പോകുമ്പോൾ ഒരു പുതിയ ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. പുതിയതെന്ന് വെച്ചാൽ കുറച്ചായി. അപ്പോൾ നമ്മൾ അതിലോട്ടൊക്കെ ഇങ്ങനെ വെറുതെ കറങ്ങിയിട്ട് അങ്ങനെ പിന്നെ വീട്ടിലോട്ട് പോന്നു. പിന്നെ ഞാൻ എയർപോർട്ടിലോട്ട് നമ്മൾ അവിടുന്ന് വൈകിട്ടാണ് ഇറങ്ങിയത്. രാത്രിയിലാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. ഇനി മഴയൊന്നും ഇതാവേണ്ട, നമുക്ക് പ്രശ്നമാവേണ്ട വെച്ച് നേരത്തെ തന്നെ ഇറങ്ങി. പക്ഷെ മഴ നല്ല സ്ട്രോങ് ആയി. മഴ കുറച്ച് നമ്മളെ ബുദ്ധിമുട്ടിച്ച്, കാരണം നല്ല ട്രാഫിക്, നല്ല പണി കിട്ടി. പിന്നെ എയർപോർട്ടിലോട്ട് എത്തിയപ്പോൾ അവിടുത്തെ ഉള്ളിൽ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് ലൈൻ ഉണ്ടായിരുന്നു. നമ്മൾ ഉള്ളിലോട്ട് കയറാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടി. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമുക്ക് ഏകദേശം ഫ്ലൈറ്റ് മിസ്സാവുമെന്ന് കണ്ടപ്പോൾ നമ്മൾ പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല. ജസ്റ്റ് അതൊക്കെ ഒന്ന് കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ ഫുഡൊക്കെ നമ്മൾ പാർസൽ എടുത്തിട്ട് അങ്ങനെ പിന്നെ നമ്മൾ എയർപോർട്ടിലോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്കാണ്. നമുക്ക് 11 o'clock രാത്രി 11 ഫ്ലൈറ്റ്. പക്ഷെ നമ്മൾ ആക്ച്വലി നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി ഫ്ലൈറ്റിൽ കയറുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10:45 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. ഒരു 10 minutes കഴിഞ്ഞിരിക്കുന്ന ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമുക്കത് നമ്മൾ ലൈനിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര തിരക്കാണെങ്കിൽ നമുക്കൊരു യു എയിലേക്ക് അബുദാബിലോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അതുകൊണ്ട് അബുദാബിലോട്ട് വേറൊരു ലൈൻ എക്സ്ട്രാ അവരൊരു ക്യൂ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ തന്നു. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. ലൈൻ അങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര തിരക്കായിരുന്നു. എന്താ പറയുക, ഇപ്പോൾ അടുത്തൊന്നും അങ്ങനത്തെ തിരക്കുണ്ടല്ലോ, അത്രയും റഷായിരുന്നു. സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ അതിനിടയിൽ ബോർഡിംഗ് ബസ് കിട്ടി പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കോഫി, നോർമലി എയർപോർട്ടിൽ ഞാനൊരു കോഫി വാങ്ങിക്കും, 1-2 വാങ്ങിക്കും. പറ്റുന്നെങ്കിൽ അവിടുന്ന് കുടിക്കും, അല്ലെങ്കിൽ മിക്കതും അവിടുന്ന് കുടിക്കാറാണ്. ഫ്ലൈറ്റിലോട്ട് കൊണ്ടുവരാറില്ല. പക്ഷെ അന്ന് തീരെ ടൈമില്ല, അപ്പോൾ അത് കയ്യിൽ വെച്ചു. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. നമ്മൾ അബുദാബി ലാൻഡ് ചെയ്തു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.